Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram welcomes you. Of course, ഞാൻ എക്സസൈസ് എല്ലാം കഴിഞ്ഞു നിങ്ങളുമായിട്ട് സംവദിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ നെല്ല് എല്ലാം കതിരിട്ട് വരുന്നു. ഇത് സന്തോഷത്തിലാണ് കർഷകരെ പോലെ ഞാനും. കാര്യം ഞാനും ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും പ്രോഗ്രസീവ് ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തിരക്കിട്ട് പോന്നപ്പം കൊച്ചുമൻ വീട്ടിലുണ്ട്. അപ്പം അവനെ ഉണർത്താതെ പോരുമ്പോൾ ഞാൻ തൊപ്പി ഒക്കെ പറഞ്ഞു കൊണ്ട് എൻ്റെ യൂണിഫോമൊക്കെ വിട്ടു വന്ന് തോന്നണ്ട. എനിക്ക് 5 കൊച്ചുമക്കളാണ്. ലൂക്ക എയ്തൻ US-ലാണ്, ജോവാന ജോഷുവ കേലിബ് ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഗ്രാൻഡ് ചിൽഡ്രനിൽ അത്ര ഫോസ്ഫറസ് അത്ര ഉയർച്ചയൊന്നും ഇല്ലെങ്കിലും 5 പേരുണ്ട്. ഇനിയും പ്രതീക്ഷിക്കാമല്ലേ. എനിക്കോ ഇന്ന് കേരളീയർക്കെല്ലാം വളരെ ആഹ്ലാദമുള്ള ദിവസമാണ്. ഞാനൊരു 100 പേരോട് ഇന്നലെ സംസാരിച്ചു, ഒരു മീറ്റിങ്ങിലും പങ്കെടുത്തു. അപ്പോൾ അവരെല്ലാം പറയുന്നത്, മീറ്റിങ്ങിൽ പങ്കെടുത്താൽ കുറച്ച് നേരം പങ്കെടുത്തുള്ളൂ, എന്നാലും അവരെല്ലാം വളരെ ഹാപ്പി. ഇന്ന് കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരും അസാധാരണക്കാരായ ധനികരും എല്ലാം ഇത് നോക്കിക്കൊണ്ടിരിക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഓഫ് കോഴ്സ് നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സൈനപ്പ് കൊണ്ട് ഒട്ടേറെ ഗുണങ്ങൾ നമുക്കുണ്ടാകും. ദ മീൻ ടൈം ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ അല്ലെ ഒരു കൺസ്യൂമർ നേഷനായ ഇന്ത്യക്ക് ഭാരിച്ച നഷ്ടവും വരുമെന്നാണ് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നത്. പക്ഷേ അറിഞ്ഞുകൂടാ. ബട്ട് വി ആർ സോ ഹാപ്പി. നമുക്ക് പലതും നമുക്ക് കിട്ടും നന്നായിട്ട്. നമ്മുടെ പലതും അങ്ങോട്ട് അയക്കുകയും ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണ്. ഷെങ്കൻ കൺട്രീസിൽ ഈസി ആയിട്ട് പോകാൻ വിസ കിട്ടും. പഠനത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതില്ല. അവിടെ ജോലി കണ്ടെത്തുന്നിടം വരെ നിൽക്കാം. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. പഠനം കഴിഞ്ഞാൽ തിരിച്ചു പോരാൻ പറയുന്ന സ്ഥിതി അവിടെ ഇല്ല. അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റും. എനിക്ക് അതൊന്നുമല്ല ഇന്ന് നമുക്ക് സന്തോഷത്തിന്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2500 രൂപ ആക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു ഉത്സുകത 61 ലക്ഷത്തോളം പേരുള്ള ആ ഫോഴ്സിനുണ്ട്. അതുപോലെ തന്നെ കാലങ്ങളായി DA ഒക്കെ കിട്ടാതെ സർക്കാരിൻ്റെ ആ ഒരു സാമ്പത്തിക പ്രയാസത്തിൽ ഒരു സർവീസ് സംഘടന പോലും ഒരു പ്രയാസം ഉണ്ടാക്കാൻ നിൽക്കുക. കാരണം അവർക്കറിയാം ഖജനാവിലില്ല, കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിൽ കൊണ്ടുപോകും. പക്ഷേ ഇപ്പം ഖജനാവ് ഉഷ്ണപ്പെട്ട് തുടങ്ങി, പല വിധത്തിലുള്ള ഇൻകം വരാൻ തുടങ്ങി. ഗെയിൽ പൈപ്പ്ലൈനിൽ നിന്ന് പ്രതിദിനം നല്ല തുക കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടൂറിസം വല്ലാതെ അങ്ങ് വളർന്നു വികസിച്ചു. ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനും ഏറ്റവും സമാധാനത്തോടെ ഗുഡ് മോർണിംഗ് എത്തി ജീവിക്കാൻ പറ്റിയ സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രചാരമായി. ആ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളും കേരളത്തിൽ വരാൻ തുടങ്ങി. അല്പം ചിലവേറും എങ്കിലും, മറ്റ് സ്റ്റേറ്റിനേക്കാൾ അല്പം ചിലവേറുമെങ്കിലും സുരക്ഷിതത്വമുണ്ട്. നമ്മുടെ ഭാഷ അറിയാവുന്ന ആളുകളുണ്ട്. കൊച്ചുകുട്ടികൾ പോലും ആഷ്പുഷ് ഇംഗ്ലീഷ് പറയുന്നവരാണ്. ഇംഗ്ലീഷ് ബോർഡുകൾ ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. എനിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനും പ്രവർത്തിക്കാനും കഴിയും, അല്ലേ? തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ബ്രദർഹുഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നു. അപ്പോൾ ഇന്ന് ബഡ്ജറ്റ് ഞാനിപ്പോൾ പറഞ്ഞപ്പം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കണ്ണീരൊപ്പും എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 61 ലക്ഷം വരുന്ന ആളുകൾക്ക് സന്തോഷമാകുമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് കുതിച്ചുചാട്ടം നമ്മൾ പ്രതീക്ഷിക്കും. ഇപ്പോൾ തന്നെ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം കുതിച്ച്, അതുപോലെ എയ്ഡഡ് സ്കൂളുകളും വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ പാഠ്യ വിഷയത്തിൽ ഒത്തിരി പുറകിലാണ്. എബൌട്ട് ഒരു 20 years ബാക്കിലാണ്. പക്ഷെ ഒരു 20 years ഫോർവേഡായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് വിദേശങ്ങളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്.
നമ്മുടെ കുട്ടികൾ അത് കേട്ടാൽ ഇപ്പോഴും അവൻ അന്തം വിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് കാലേ കൂട്ടി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഒരു 20 years എങ്കിലും മുൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. ഈ ഇന്നലകളിൽ പഠിച്ചിരുന്നതെല്ലാം അത് തുടരേണ്ട ആവശ്യമില്ല, മോഡിഫൈ ചെയ്യണം. നമ്മൾ ഇപ്പം കോളേജുകളിലൊക്കെ ചില BA ഉണ്ട്, BSc ഒക്കെ ഉണ്ട്. അതെല്ലാം ആവശ്യമുള്ളത് നിർത്തിയിട്ട് ആവശ്യമുള്ളത് തുടർന്നിട്ട് അല്ലാത്തത് കുറയ്ക്കണം. എല്ലാ കോളേജിലും ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. സെലക്ട് ചെയ്ത പ്രധാനപ്പെട്ട കോളേജുകളിലേക്ക് അത് മാറ്റിയിട്ട്, അപ്പോൾ അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള അവിടെ പോയി പഠിക്കട്ടെ. അങ്ങനെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ പഠിക്കാമല്ലോ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റികളെ തരംതിരിക്കണം. എന്നിട്ട് കുട്ടികളില്ലാത്ത അവസ്ഥ കൊണ്ട് കോളേജ് പൂട്ടിപ്പോയി ഇടവരാൻ പാടില്ല. മറിച്ച് കുട്ടികളുടെ ഭാവി ശ്രദ്ധിക്കണം. അവർക്ക് ഏറ്റവും മോശം മോഡേൺ വിഷയം കൊടുക്കാൻ നമുക്ക് കഴിയണം, പഠിപ്പിക്കാൻ കഴിയണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ LKG തന്നെ തുടങ്ങണം. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തണം. ഇതെന്തായാലും മാറ്റങ്ങൾ വരാത്തൊന്നുമില്ല, മാറ്റങ്ങൾക്ക് പോലും മാറ്റമുണ്ട് അല്ലേ. പണ്ട് ഞാൻ ഈ കമ്മ്യൂണിസത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹിച്ചൊരു കാലത്ത് ഒരു ക്ലാസ് ഒത്തിരി ക്ലാസ്സിൽ പോയി പങ്കെടുത്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറയും മാറ്റങ്ങളില്ലാത്ത ഒന്നുമില്ലെന്ന് പറയും. വലിയ വലിയ പഠിച്ച ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയും ആ വിഷയത്തിൽ. ശരിയാ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരാളുടെ കയ്യെ കുറേ പശ പറ്റിയ ഭയങ്കര കഴുക്കാണ്, ഈ ഗ്ലൂവാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട മനുഷ്യ, നാളെ നേരം എടുക്കുമ്പോൾ അതിൽ പകുതി കാണത്തില്ല, പിറ്റേന്ന് അത് ഒട്ടും കാണത്തില്ല. അതെന്താ സാറേ? ഞാൻ ഇവിടെ തൻ്റെ സ്കിന്ന് ഡെയിലി മാറിക്കൊണ്ടിരിക്കുക, റീജുവിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സ്കിൻ അങ്ങ് പോകുമ്പോൾ അതങ്ങ് പൊക്കോളും. ആ ചെറിയ കാര്യം പോലും അറിയാൻ മേലാത്ത ആളുകളുണ്ട്. നമ്മുടെ ബോഡി ഡെയിലി ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ആവശ്യത്തിനുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള എക്സർസൈസും കൊടുത്താൽ നിങ്ങൾ യൗവനക്കാരനായിട്ട് തന്നെ ഇരിക്കും, നിങ്ങൾ വയസ്സനാകത്തില്ല. നിങ്ങളുടെ മുടി നരച്ചേക്കാം എന്നല്ലാതെ. ഇപ്പോൾ സ്കിന്നൊക്കെ നോക്കിയാണ്, സ്കിന്നൊക്കെ കണ്ടോ, 66 വയസ്സുകാരുടെ സ്കിന്നാണോ? കഴുത്തൊക്കെ നോക്കി. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുക, ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, ന്യൂട്രീഷൻ കഴിക്കുക. പിന്നെ നല്ല ചിന്തകൾ വേണം, പോസിറ്റീവ് തിങ്കിങ് വേണം, കുശുമ്പും കുഞ്ഞായ്മ എടുത്ത് കളയണം. മറ്റൊരു ഉയരുമ്പം അവൻ്റെ ഉയർച്ചയെ സന്തോഷിക്കാൻ കഴിയണം, അവനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും. ഓക്കെ, നമ്മൾ പറഞ്ഞ വിഷയം ബഡ്ജറ്റായിരുന്നു. ഈ ബഡ്ജറ്റ് ഒരു ജനകീയ ബഡ്ജറ്റായിരിക്കും എന്നുള്ള കാര്യം സംശയം. അതുകൊണ്ട് പത്രങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു, ഇതങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അവർ പ്രവചിക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ പ്രവചിക്കുന്നവരാണല്ലോ. മോശം കാര്യമായാലും നല്ല കാര്യമായാലും പ്രവചിക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു ഗുണം കണ്ടാൽ അത് ഗുണമാണെന്ന് നമ്മൾ പറയില്ല. എന്നാൽ അവനൊരു ദോഷമുണ്ടെങ്കിൽ വണ്ടി പിടിച്ച് അവൻ്റെ വീട്ടിൽ ചെന്ന് ആ ദോഷം പറഞ്ഞു കൊടുക്കും. അപ്പം എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ ചിലർ വരും, ഇങ്ങനെ കാർ ഡീസൽ അടിച്ചൊക്കെ വരും. ഞാൻ ഒത്തിരി ചിരിക്കും, ചേട്ടാ ഇന്ന കാര്യങ്ങളിൽ ഞാൻ വൻ വിജയമാണ്, എനിക്ക് ഇത്ര 1000 ഫോളോവേഴ്സ് ഉണ്ട്, ഡെയിലി ഇത്രയും 1000 and more ഫോളോവേഴ്സ് ഉണ്ട്, അതൊന്നും ചേട്ടൻ കാണുന്നില്ലേ? ഇല്ല, ഞാൻ പ്രൂഫ് കാണിച്ചു കൊടുത്തു. ഓഹോ ശരി, ചേട്ടൻ ഡീസൽ അടിച്ച് ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് എന്തോ ഞാനൊരു 1 man ഷോ ആണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. ഞാൻ ഒരിക്കലും 1 man ഷോ കാണിക്കാറില്ല. ഞാൻ എപ്പോഴും അത് കൂട്ടുചേർന്ന് നടത്തുന്ന കാര്യങ്ങൾക്ക് വിജയമുള്ളൂ. ഏത് കാര്യമാണേലും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താൽ അയാളുടെ തെറ്റ് ചൂണ്ടിക്കടിക്കാൻ പോലും ആരും കാണത്തില്ല. തന്നെ എൻ്റെ സ്വഭാവം അതല്ല. ഇപ്പം ഞാൻ പല സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ആൾക്കറിയാം, എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാനത് തനിയെ ചെയ്യത്തില്ല, ആലോചിച്ച് ചെയ്യത്തുള്ളൂ. ഒരു മീറ്റിംഗ്, ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് 5 കമ്മിറ്റികൾ കൂടി തീരുമാനമെടുത്തു. ആദ്യം വേണ്ടാന്ന് വെച്ചു, പിന്നെ വേണമെന്ന് വെച്ചു. അതിൻ്റെ പ്രോഗ്രാം എല്ലാം കൃത്യമായിട്ട് നടത്തി. അത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പം ഞാൻ പറയും, പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു, പക്ഷേ ഒരു 1 man ഷോ പോലെ തോന്നി. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചു. നമ്മൾ അങ്ങനെ തർക്കിക്കാൻ പാടില്ല, ഞാൻ ചിരിച്ചു. പക്ഷെ രസം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വിഷമം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ എൻ്റെ സെക്രട്ടറി ആയിട്ട്, അപ്പോൾ അദ്ദേഹത്തെ സ്റ്റേജിലിരുത്തിയില്ലെന്നതാണ്. ഈ അദ്ദേഹം മണ്ടെന്ന് ഞാൻ പറഞ്ഞത്, അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം സ്റ്റേജില്ല, അതിന് മുമ്പ്
1.5 മണിക്കൂർ സ്റ്റേജിൽ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പോയതിന് ശേഷം വീണ്ടും 1 മണിക്കൂറോളം നിയന്ത്രിച്ചു അദ്ദേഹം. പക്ഷെ പറയുമ്പോഴോ വൺ മനുഷ്യ ഒരു കാര്യമുണ്ടേ, പൂത്ത് നിൽക്കുന്ന മാവിലല്ലേ കല്ലെറിയത്തുള്ളൂ. ഞാനൊന്ന് ഒത്തിരി ചിരിച്ചു കേട്ടോ. വീട്ടിൽ വന്നിരുന്ന് ഒരു ബുക്ക് എടുത്ത് വെച്ച് പലതും എഴുതിയിട്ട് ഓർത്തോർത്ത് ചിരിക്കൊത്തിരി സന്തോഷം. ഞാനിങ്ങനെയാണ് ഒത്തിരി സന്തോഷത്തോടെ അതിനെ വരവിട്ടു. പിന്നെ ഒരു കാര്യം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. നമ്മളെപ്പോഴും നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെ നമ്മളങ്ങ് അന്ധമായി നമ്മളാരും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല, ആരെയും അന്ധമായി സ്നേഹിക്കാൻ പാടില്ലെന്ന് മനസ്സിലായി. എല്ലാവരെയും നമ്മൾ